ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം എന്താടോ ആരെയും കണ്ടാലോ നാളല്ലാത്ത ചെക്കൻ. ഞാൻ വൈകിട്ട് വരട്ടെ. ആ ഇങ്ങ വാ, ശരിയാക്കി തരഞ്ഞ. ഓ പോയ 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 ആദ്യകൂട്ടാ. ഓ മുത്തശ്ശി ഞാൻ ഇറങ്ങും. ശരി മക്കളെ. അല്ല ഇന്ന് മുത്തശ്ശിയുടെ ടിഫിൻ ഭീഷണി ഇല്ലടാ, ബോമതിങ്ങൾ ആരുമേ ഉണരാൻ വൈകി. അയ്യോ അതെന്തു പറ്റി? തമ്മിലടി കഴിഞ്ഞിട്ട് വേണ്ടേ അവര് കിടന്ന് ഉറങ്ങാൻ. ആ അതേതായാലും നന്നായി, ഒരു ദിവസമെങ്കിലും ഞാൻ രക്ഷപ്പെട്ടല്ലോ. അല്ലടാ ഉച്ചക്ക് എന്ത് കഴിക്കും? ആ അത് ഞാൻ എന്തെങ്കിലും കഴിച്ചോളാം. ആ അളിയാ ഇന്ന് രക്ഷപ്പെട്ടു കേട്ടോ. എന്താടാ? ഇന്ന് ഇവിടുത്തെ അടുക്കള അന്തർജനങ്ങൾ ഉണരാൻ വൈകിയത് കൊണ്ട് ടിഫിൻ ഇല്ല. അതുകൊള്ളല്ലേ, ഇനി എന്നും വൈകി ഉണരാൻ പറയാം. ആ അതെ അതെ, വേണമെങ്കിൽ നമുക്ക് കൈക്കൂലിയും കൊടുക്കാം. അപ്പൊ വൈകിട്ട് വേണം. ശരിടാ. ശരി ശരി മുത്തശ്ശി, ഇറങ്ങണോ? ടിഫിൻ മറന്നു. ടിഫിനാ? അല്ല ഇന്ന് ടിഫിൻ ഇല്ലെന്നല്ലേ പറഞ്ഞേ? ആര് പറഞ്ഞു? നിന്റെ ആങ്ങള പറഞ്ഞു. അല്ല മുത്തശ്ശി, അവനങ്ങനെ പലതും പറയും. അങ്ങനെ എന്നാ പിന്നെ ഇറങ്ങട്ടെ, വൈകിട്ട് കാണാം. നേരത്തെ കാലത്ത് എത്തിക്കോണം. ഓ ഉത്തരവ്. എന്താടാ നീ ഇന്ന് ഫുഡ് കൊണ്ടുവന്നില്ലേ? ഇല്ലടാ. വരുന്നോടാ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാം. ഇല്ലടാ കുഴപ്പമില്ല, നീ വിട്ടോ. ഓക്കേടാ. ചേട്ടാ എത്രയായി? 70 രൂപ. ശരി.
ഹലോ. താനെങ്ങനെ ഇവിടെ? ഇയാളല്ലേ ഇന്നലെ പറഞ്ഞത് ടിഫിനും കൊണ്ട് ഉച്ചയ്ക്ക് വരുന്ന അമ്മയെക്കുറിച്ച്. അമ്മയാവാൻ പറ്റുമോന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു ശ്രമം. പൂജ, സെന്റിമെന്റ്സ് ഒക്കെ പിന്നെ. എവിടെ ഇരുന്നാ നമ്മളിതൊന്ന് കഴിക്കുന്നേ? മതി. കഴിക്കണം. എന്താ, ഞാൻ വാരിത്തരണോ? അനുരാഗക്കിളിവാതിൽ ചാരത്തെ മഴവില്ലിൻ ചിറകോലും പ്രാവേ വാതിൽ തരി പോലും ചാരാതെ ഇരവട്ടും പകലത്തും കാത്തു നീ. മതി വരുമോ പ്രിയ സഖി നിൻ മനമരുളും. തനിക്ക് വേണ്ടേ? ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം. വേണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അനുരാഗക്കിളിവാതിൽ ചാരത്തെ മഴവില്ലിൻ ചിറകോലും പ്രാവേ വാതിൽ തരി പോലും ചാരാതെ ഇരവട്ടും പകലത്തും കാത്തു നീ. മതി വരുമോ പ്രിയ സഖി നിൻ മനമരുളും മധുരം. ഇരുഹൃദയം ഒരു പുഴയാ ഈ വഴിയിലൊഴുകുമിനിയേ. കുടി. എന്തുവാ കുറെ നേരമായിട്ട് അടുക്കളയില്? അല്ല, എന്തേ ഉണ്ടാക്കി മറിക്കുന്നേ? ഉണ്ടാക്കുന്നതേ ഉള്ളൂ, മറിക്കുന്ന ഒന്നുമില്ല. അത് തന്നെയാ ചോദിച്ചത്, എന്തിനാ വെറുതെ ഇങ്ങനെ ഗ്യാസ് ചെലവാക്കുന്നേന്ന്. ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. എന്നാലും ഇത് കുറച്ച് കടുപ്പമാ. ഒരു സിലിണ്ടർ 1 മാസം ഓടിക്കൊണ്ടിരുന്ന വീടാ ഇപ്പൊ 10 ദിവസം പോലും തികയുന്നില്ലെന്ന് വെച്ചാ. അടുക്കളയിൽ നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത് ഇപ്പോഴാണല്ലോ. ഓ, ആ വിശേഷമൊന്നും പറയാതിരിക്കുന്ന ഭേദം. അയ്യോ, പറയണം, പറഞ്ഞാലല്ലേ കേൾക്കാൻ പറ്റൂ. അല്ല, നിങ്ങൾ എന്തുവാ ഇപ്പൊ ഉണ്ടാക്കുന്നേ? അത് പറ. ആ, ഇത് കുറച്ച് ഏത്തക്കാ കുറുക്കിയത്, ഗർഭിണികൾക്ക് അത്യുത്തമം. കുറച്ച് ആമിമോക്കും കൊടുക്കാം, എന്താ? അയ്യേ, ഈ വൃത്തിയായിട്ട സാധനമൊന്നും ആമിമോള് കഴിക്കത്തില്ല. ഇത് വൃത്തികെട്ട സാധനമാണെന്ന് ഗോമതിയോട് ആരാ പറഞ്ഞേ? പരമ്പരാഗത കാലമായി ഗർഭിണികൾക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ദിവ്യ ഔഷധമായത്. അയ്യോ, എന്നിട്ട് ഞാനിതുവരെ ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ. അതിന് ഗോമതി എന്നതാ ഇതുവരെ കേട്ടിട്ടുള്ളത്? കൊള്ളാവുന്ന എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്, ഈ കുറുക്ക് കുറച്ച് കഴിച്ചു നോക്ക്. ഒരിക്കൽ കഴിച്ചാ പിന്നെ ജീവിതത്തിൽ ഈ സ്വാദ് മറക്കത്തില്ല.